പിറവം നിയോജകമണ്ഡലത്തിൽ 3 ബ്ലോക്ക് CHSകളാണ് നിലവിലുള്ളത്. രാമമംഗലം, പാമ്പാക്കട, കീച്ചേരി. ഈ 3 ബ്ലോക്ക് CHSകളും അതേ നിലയിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഇവിടെ പാമ്പാക്കട ബ്ലോക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഭൂവിസ്തൃതി വളരെ വലുതാണ്. അപ്പോൾ അവിടെ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു പുനർവിന്യാസം ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള പ്രവർത്തനങ്ങളെ സാരമായ ദോഷകരമായ നിലയിൽ ബാധിക്കും എന്ന നിലയിലേക്ക് വരുന്നു. അതുകൊണ്ട് ആ 3 ബ്ലോക്ക് CHSകളും അതേ നിലയിൽ നിലനിർത്തി മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ CHSകളെ സംബന്ധിച്ച് ഇന്ന് പല ഹോസ്പിറ്റലുകളിലും സ്റ്റാഫ് പാറ്റേൺ ഡോക്ടർമാരില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. 2008 മിക്ക CHSകളായിട്ട് ഉയർത്തപ്പെട്ടത്. പക്ഷേ 2008 ഉയർത്തിയ ശേഷം ഇന്ന് വരെ നോക്കുമ്പോൾ പല CHSകളിലും പഴയ PHSC സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ നിലവിലുള്ളപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. ഇപ്പോൾ CHSC പാറ്റേണിൽ 8 ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഉണ്ടാവണം. ഇവിടെ ഇപ്പോൾ 3 സ്റ്റാഫുകളാണ്. ഇപ്പോൾ മുളന്തുരുത്തി, കീച്ചേരി, രാമമംഗലം, പാമ്പാക്കട തുടങ്ങിയവയാണ് ഈ CHSകൾ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ രാത്രി കിടത്തി ചികിത്സ ഉണ്ടാവുന്നില്ല. ഡോക്ടർമാരുടെ സേവനങ്ങൾ പൂർണ്ണമായി എത്താൻ കഴിയാത്ത രോഗികളെ പ്രയാസപ്പെടുന്ന നിലയിലേക്ക് മാറുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ മാറുന്നു. ഇത് ഒരു പ്രദേശത്തെ മാത്രമല്ല, കേരളത്തിലെ പല CHSകളിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ഞാനിപ്പോൾ ആരംഭിച്ചോളൂ സർ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ഇത്തരത്തിലുള്ള CHSകളിൽ ലഭ്യമാക്കി രാത്രികാല സേവനവും കൂടി ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കട്ടോ. അതിനോട് ചേർന്നാണ് FHSകളും സമാനമായ സ്ഥിതിയാണ്. 2 ഡോക്ടർമാരാണ് ഉള്ളത്. FHSകളിലും സ്റ്റാഫ് പാറ്റേൺ ഇല്ല. അതായത് CHSകളിലും FHSകളിലും സ്റ്റാഫ് പാറ്റേൺ ഇല്ലാതെ നമ്മൾ വെറുതെ ഉയർത്തി പ്രഖ്യാപനം നടത്തിയിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം പാവപ്പെട്ട രോഗികൾ, സാധാരണക്കാരായ വ്യക്തികൾ അവർ ചെല്ലുമ്പോൾ അവർക്ക് സേവനം ലഭ്യമാക്കുക, ഉറപ്പുവരുത്തുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ അങ്ങ് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് പിറവം താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് അവിടെ വന്നപ്പോൾ നൽകിയ ഒരു ഉറപ്പാണ്. അതനുസരിച്ച് ആ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ അനുവദിക്കണമെന്നും കൂത്താട്ടുകുളത്തും അതേ നിലയിലുള്ള ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റും ഒപ്പം തന്നെ അതിനോട് ചേർന്ന് കാഷ്വാലിറ്റിയുടെ ഒരു പ്രവർത്തനവും ആ ഹോസ്പിറ്റലിൽ ആരംഭം കുറിക്കേണ്ടതിൻ്റെയും അനിവാര്യത ഞാൻ ഈ സബ്മിഷനോട് ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടാവണമെന്ന് ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. സർ, കാലാകാലങ്ങളായി ആരോഗ്യവകുപ്പ് അഭിമുഖീകരിക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അത് ഭരണപരമാണ്, അതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് സർ റവന്യൂ ബ്ലോക്കുകളും ആരോഗ്യ ബ്ലോക്കുകളും 2ആയിട്ടാണ് നിലനിന്നിരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ് നമ്മൾ വിനിയോഗിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ചില ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ റവന്യൂ ബ്ലോക്കും ആരോഗ്യ ബ്ലോക്കും ഏകീകരിക്കേണ്ടത് ഒരു അനിവാര്യതയായി വകുപ്പിൻ്റെ മുന്നിൽ വന്നു. അതോടൊപ്പം തന്നെ അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് സാർ ഈ നഗരപ്രദേശങ്ങൾ, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ആരോഗ്യ വകുപ്പിൻ്റെ ഹെൽത്ത് വർക്കേഴ്സ് അല്ല, അത് തദ്ദേശ വകുപ്പിൻ്റെ ഹെൽത്ത് വർക്കേഴ്സാണുള്ളത്. അപ്പോൾ വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസ്, കൊതുക് നിവാരണ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്യുന്നത് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകരല്ല, എന്നാൽ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ആരോഗ്യ പ്രവർത്തകർ. അപ്പോൾ ഈ നിലയിൽ ഭരണപരമായിട്ടും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഈ റവന്യൂ ബ്ലോക്കും ആരോഗ്യ ബ്ലോക്കും ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിച്ച് സമർപ്പിക്കാനാണ് ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ ഗവൺമെൻറ് നയപരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല. ഈ കാര്യങ്ങൾ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യുകയുള്ളൂ. അതിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഈ അതാതിടങ്ങളിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണം. ഗവൺമെൻറ് അതിൽ നയപരമായിട്ടുള്ളൊരു തീരുമാനം ഫൈനലായിട്ട് എടുത്തിട്ടില്ല സാർ. അതുവരെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയും ചെയ്യും. സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ നമ്മുടെ പിറവത്തെ ആശുപത്രികൾ സംബന്ധിച്ച് ഈ അടുത്തിടെയാണ് ബഹുമാനപ്പെട്ട അംഗവും ഞാനും ഒക്കെ പങ്കെടുത്ത് നമ്മളവിടെ 2,35,00,000 രൂപ ചിലവഴിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് പിറവം താലൂക്ക് ആശുപത്രിയുടെ OP ബ്ലോക്ക് നവീകരിച്ചു. അതുപോലെ അവിടെ കണ്ണാശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള ആധുനിക ഒഫ്താൽ തിയേറ്റർ പൂർത്തീകരിച്ചു, അത് 1 കോടി രൂപ. അപ്പോൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു കാര്യം സർ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളും ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം സർ. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം, അപ്പം പണ്ട് ഒരു ഡോക്ടർ അവിടെ താമസിച്ച് ഒരു സാമൂഹ്യാരോഗ്യ കേന്ദ്രം, അവിടെ പ്രസവം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർ. ഇപ്പോൾ രീതികൾ മാറി, നമ്മൾ ഒരു ഡോക്ടർക്ക് അങ്ങനെ സാധ്യമല്ലാത്ത സ്ഥിതി വന്നു. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലാതെ ഒരു MBBS ഡോക്ടർ പ്രസവം എടുക്കില്ല. ഗൈനക്കോളജിസ്റ്റുകൾ തന്നെ ഉണ്ടെങ്കിലും ഒരു 2 പേരും ഒരു ആനസ്തേഷ്യസ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥിതി മാറിയിട്ടുണ്ട് സാർ. അപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആർദ്രം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ചിട്ട് ഉള്ള തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പിറവം നിയോജക മണ്ഡലത്തിൽ ഈ പറഞ്ഞ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ കിടത്തി ചികിത്സയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടിയാണ്. അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള തസ്തിക സൃഷ്ടിക്കുന്ന മുറയ്ക്ക് അവിടെ കൂടി പരിഗണിക്കുന്ന കാര്യം തീർച്ചയായിട്ടും സർക്കാർ പരിഗണിക്കും. അതോടൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഇപ്പോൾ സർക്കാർ ഏതാണ്ട് നല്ല നിലയിൽ തസ്തികകൾ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ 2 ഡോക്ടേഴ്സിന് ആരോഗ്യവകുപ്പ്, 1 ഡോക്ടർ തദ്ദേശ വകുപ്പ് എന്നുള്ള നിലയിൽ മറ്റൊരു ആരോഗ്യ പ്രവർത്തകനെയോ തദ്ദേശ വകുപ്പിന് നൽകാം സർ. അപ്പോൾ ആ നിലയിൽ തസ്തികകൾ സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ തീർച്ചയായിട്ടും പിറവും ഉൾപ്പെടും സർ.